മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചന്ദ്രരോഗം നിമിത്തം ഭാരപ്പെടുന്ന ഒരു തലമുറയെ കാണുവാൻ കഴിയും. ആ രോഗം നിമിത്തം തീയിലും വെള്ളത്തിലും പലപ്പോഴും വീണ തലമുറ, ഒരിക്കലും രക്ഷയില്ലെന്ന് പറഞ്ഞ വിഷയം. യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവർക്ക് വിടുതൽ ലഭിച്ചില്ല. എന്നാൽ ആ പിതാവ് യേശുവിന്റെ അടുക്കലേക്ക് ഈ മകനുമായി ചെല്ലുകയാണ്. യേശു അവനെ സൗഖ്യമാക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരോടൊക്കെയും പരിശുദ്ധാത്മാ പറയുകയാണ്, നിന്നെ നാളുകളായി ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നേറുവാൻ കഴിയാതെ നിന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നോക്കി യേശുവിലുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട്, ദൈവമനുഷ്യനെന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് പകൽ കൽപ്പിക്കുന്നു, വർഷങ്ങളായി നിന്നെ ഞെരുക്കുന്ന രോഗങ്ങൾ, വർഷങ്ങളായി നിന്നെ ദണ്ഡിപ്പിക്കുന്ന രോഗമണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കുന്ന പകലാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ യേശുവിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുന്ന പകലാണ്. നിങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പീഡ അവസാനിക്കുന്ന പകലാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന ദണ്ഡനത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുന്ന പകലാണ്. ഇന്നത്തെ പകൽ പലയിടങ്ങളിൽ നിങ്ങൾ പോയി, പലയിടങ്ങളിൽ നിങ്ങൾ സന്ദർശിച്ചു, രക്ഷയില്ല, വിടുതലില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിങ്കൽ വാ, യേശുവിങ്കൽ അടുത്തു വാ. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ രക്ഷിക്കും. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുവിനാൽ കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു. അതേ കർത്താവേ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. ആമേ. ചന്ദ്രരോഗത്താൽ ഭാരമനുഭവിക്കുന്നവർ, മാരരോഗങ്ങളാൽ ഭാരമനുഭവിക്കുന്നവർ, പീഡകളാൽ ആമേ അനുഭവിക്കുന്നവർ ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.